നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നാനജ് സഫാരി സെക്കൻഡ് ഡേയിൽ പോയ വീഡിയോസിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൽ നമ്മൾ പോയ വഴിക്കുള്ള റോഡ് വിഷ്വൽസ് വിട്ടിട്ടുണ്ട്. രാത്രി തോൽപ്പെട്ടി വനത്തിൽ കൂടെ പോയുള്ള വ്യൂസാണ് ഈ കാണുന്നത്. രാത്രി കാലങ്ങളിൽ കുറേ കൊമ്പന്മാർ റോഡിലുണ്ടാവും. അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ വളരെ സാധുക്കളാണ്. പല പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അവരുടെ തന്നെ. പിന്നീട് റോഡിൽ അമ്മയും കുഞ്ഞുമൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. ചിലരാണെങ്കിൽ നന്നായിട്ട് വയലൻ്റ് ആവും. ഇതൊരാന റോഡിൽ നമ്മൾ തോൽപ്പെട്ടിയിൽ സഫാരിക്ക് പോയത്. നമ്മളെ കണ്ടത് അത് പതുക്കെ പുറകോട്ട് വലിയാൻ തുടങ്ങി. അതായത് അത് നമുക്ക് വഴി തരുന്ന പോലെ തന്നെ. അത് ഭയങ്കര ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ഒരു വീഡിയോ ആയിരുന്നത്. പിന്നീട് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ അതും റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ പാട്ടിന് പോയത്. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ആന തോൽപ്പെട്ടി ഭാഗത്തുള്ള ആനയാണ്. രാത്രികാലങ്ങളിൽ റോഡിലുണ്ടാവും. പക്ഷെ ആൾ വളരെ സാധുവാണ്. ആളൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ കൂടെ ഒരു ഓട്ടോ ഓവർടേക്ക് ചെയ്ത് കയറി പോകും. പക്ഷെ അത് വിഷ്വൽസിലില്ല. ആൾ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ആ വഴിക്ക് തന്നെ മുമ്പോട്ട് പോയി. തോൽപ്പെട്ടി കാടുകൾ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ആരെങ്കിലും ഒക്കെ പോകാൻ താല്പര്യമുള്ളതാണെങ്കിൽ നൈറ്റ് വ്യൂസ് നല്ലതായിരിക്കും. ഈ ആനയുടെ കാലുകൾ കണ്ടോ? വളരെ കാലുകൾ കഴുകി നമ്മുടെ നാട്ടിലെ ആനയുടെ കാല് കഴുകി ചകിരി വെച്ച് അല്ലെ തൊണ്ട് വെച്ച് ക്ലീൻ ചെയ്ത് വിട്ട പോലെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. ഇത് കുറേ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി റേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പതുക്കെ കാട്ടിലേക്ക് കയറിപ്പോകുന്ന സീനാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന വീഡിയോ ആണ്. അതിലാൾ കാലത്ത് റൈഡിനായിട്ട് ഇറങ്ങിയത് തോൽപ്പെട്ടി ഭാഗത്താണ്. അവിടുന്ന് കണ്ട ആനയുടെ വീഡിയോ ആണിത്. ആൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ക്രോസ് ചെയ്ത് പോയിട്ട് ഈ ഭാഗത്തുള്ളൊരു കൊമ്പ് ഏറ്റവും കൂടുതൽ നീളമുള്ളൊരു ആനയാണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. പോകുമ്പോൾ ആർക്കെങ്കിലും വീഴ്ച കിട്ടുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും.